ചിലപ്പോഴൊക്കെ പ്രാർത്ഥനാ മുറിക്കകത്ത് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത, സഹിക്കുവാൻ കഴിയാത്ത കഠിനമായ വേദനകളും ഉത്കണ്ഠകളും സമ്മാനിക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കടന്നു ചെല്ലുമ്പോൾ, ഇവിടെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും രണ്ട് വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കാം. ഒന്ന്, നിങ്ങൾ കേൾക്കുന്നത് ഒരു ശുശ്രൂഷകനിൽ നിന്നായതുകൊണ്ട്, പാസ്റ്റർ നിങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം, നിങ്ങളൊക്കെ സേഫ് അല്ലേ, സന്തോഷമായിരിക്കുകയല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ നിങ്ങൾക്ക് പ്രസംഗിക്കുവാൻ കഴിയുന്നത്. പലരുടെയും ചിന്ത ഏതാണ്? നോ, നിങ്ങളെക്കാൾ അധികം, എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്, എന്നെ കേൾക്കുന്ന നിങ്ങളെക്കാൾ അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ് ഞങ്ങളും. പക്ഷേ എന്തുകൊണ്ട് പിന്നെ പ്രസംഗിക്കുവാൻ കഴിയുന്നു എന്നുള്ളതിന് ഉത്തരം, പ്രശ്നമുണ്ടെന്ന് മാത്രമല്ല, ആ പ്രശ്നത്തിന് പരിഹാരം തരുന്ന ദൈവം ഞങ്ങൾക്കൊപ്പമുണ്ട്. അതെ, അതുകൊണ്ടാണ് ഫിലിപ്പ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വിധത്തിൽ പറഞ്ഞത്, എൻ്റെ ബന്ധനങ്ങൾ കൂടെ അനേകർ ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതിന് കാരണമായി മാറി. ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ, ആ കഷ്ടതയിൽ നിന്ന് അവനെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന വിധം, അത് സുവിശേഷീകരണത്തിൻ്റെ വർധനവിന് കാരണമായി മാറും. ഞങ്ങൾക്കും ഞങ്ങളെ കേൾക്കുന്ന അനേകർക്കും ആ ദൈവത്തെക്കുറിച്ച് സന്തോഷത്തോടെ പറയുവാനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. കഷ്ടതയിൽ, പ്രശ്നങ്ങളിൽ, പ്രതികൂലങ്ങളിൽ നമ്മൾ വ്യത്യസ്തരല്ല, ഒരുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. രണ്ട്, അങ്ങനെ അത്ര തീവ്രമായ, അത്ര ഉത്കണ്ഠപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന, കരയിപ്പിക്കുന്ന എന്ത് പ്രശ്നമാണ്? അതിനുള്ള ഉത്തരം ലളിതമാണ്. പ്രഷർ ഫാമിലിയിലേക്ക് വിളിക്കുന്ന നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറയുവാൻ നിങ്ങളും കേൾക്കുവാൻ ഞങ്ങളുമുണ്ട്. വെറുതെ കേൾവിക്കാരായിരിക്കുവാൻ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുവാനും നിങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഞങ്ങളുണ്ട്. പക്ഷേ ഈ ഒന്നാമത്തെ വിഭാഗം ആൾക്കാരുടെ ചിന്താഗതി, പ്രാർത്ഥിക്കുന്ന, പ്രസംഗിക്കുന്ന, ശുശ്രൂഷിക്കുന്ന നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചിന്താഗതി ശുശ്രൂഷകന്മാർക്ക് പോലും ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു പലരോടും ഞങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ കഴിയാറില്ല. മനസ്സിലായല്ലോ? പണ്ടൊരു കൂട്ടുകാരൻ ചോദിച്ചതുപോലെ, കുറുന്തോട്ടിക്കും വാദമോ എന്ന് ചോദിച്ചു കളയും. അവർക്കറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരോടും പറയുവാൻ കഴിയാത്ത കഠിനവേദനയുമായിട്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലും. ഇതൊരു വലിയ കാര്യമായിട്ട് പറയുവാനുള്ള കാരണം, എപ്പോഴും ദൈവസന്നിധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുമായി കടന്നു പോകേണ്ട അവസ്ഥയും ഉണ്ടാകാറില്ല. അധികവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുവാനും നിങ്ങളെ വിധത്തിൽ മുൻപോട്ട് നടത്താൻ പ്രാപിക്കുന്നവരാക്കി മാറ്റാം എന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഉപവാസത്തിൻ്റെ ഏറിയ പങ്കും അവിധത്തിൽ തന്നെയാണ്. വചനം തന്നെ പറയുന്നുവല്ലോ, യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ ഇരട്ടിയായി ദൈവം തിരികെ നൽകി. എന്നോ നഷ്ടപ്പെട്ടു പോയത് പലതും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത് മുതലാണ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരട്ടിയായി, അതിലധികമായി തിരികെ വരുവാൻ തുടങ്ങിയത്. ഞങ്ങളുടെ ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ നോക്കൂ, അങ്ങനെ പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് മറുപടി താമസിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെപ്പോലെ സങ്കടം വരും ഞങ്ങൾക്കും. പിന്നെ ഞങ്ങളങ്ങനെ വിട്ടിട്ട് പോകത്തില്ല, അതിനൊരു മറുപടി കിട്ടിയിട്ട് മാത്രമേ എഴുന്നേൽക്കത്തുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് നിൻ്റെ വിഷയമല്ല. ആമേൻ. ആദ്യം നമുക്ക് ഞെട്ടൽ തോന്നും. സഹോദരൻ, നിന്നോടും ഇത് നിൻ്റെ വിഷയമല്ല. നീ കരയുന്ന, നിലവിളിക്കുന്ന, ചത്തുകളയുമെന്ന് സഹോദരി, അത് നിൻ്റെ വിഷയമല്ല. കേൾക്ക്, ഇത് നിൻ്റെ വിഷയമല്ല. ഈ വാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നിലൂടെ അനേകർ കേട്ടതാണ്. വിദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലായിരിക്കുന്ന, ഇസ്രായേലിലായിരിക്കുന്ന ഞങ്ങളുടെ ഒത്തിരി സഹോദരന്മാർ അവർ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമാണ്, ഇത് നിൻ്റെ വിഷയമല്ല. ആമേൻ. ഇത് നിൻ്റെ വിഷയം അല്ല, നിൻ്റെ വിഷയമല്ല. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് അവിധത്തിൽ വിളിച്ചൊരു സഹോദരി പറഞ്ഞൊരു കാര്യം, ആ സാക്ഷ്യത്തിന് മുൻപുള്ള കാര്യം, യുദ്ധം തുടങ്ങിയ സമയത്ത്, ഫ്ലൈറ്റ് നിർത്തലാക്കിയ സമയത്ത് ആ സഹോദരി സങ്കടത്തോടെ പറഞ്ഞൊരു കാര്യം ഇതാണ്, പാസ്റ്ററെ, 2ാമത്തെ തവണ വിസിറ്റിംഗ് വിസ എടുത്ത് ഇവിടെ വന്നു, 2ാമത്തെ തവണയും ഞാൻ പരാജയപ്പെട്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ യുദ്ധം വന്നു, തിരികെ പോകാനും പറ്റുന്നില്ല, ജോലി കിട്ടിയില്ല, അത് മുഴുവൻ കടമായി, തലകുനിച്ച് ഞാൻ തിരിച്ചു പോകേണ്ടി വരും. ഇപ്പോൾ ഇതാ എൻ്റെ പ്രാണൻ കൂടെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലായി. കാരണം യുദ്ധമുഖത്താണ്, യുദ്ധം നടക്കുകയാണ്. ഒരുപക്ഷെ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ യുദ്ധം നടക്കുകയായിരിക്കും. അപ്പോൾ ആ സഹോദരി വളരെ വേദനയോടെ എന്നോട് ഈ വിഷയം പറയുകയാണ്. പദവിയിൽ നിന്ന് വ്യത്യസ്തമായി ആ സഹോദരിക്കൊപ്പം സങ്കടപ്പെടുവാൻ എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ സഹോദരിയുടെ സങ്കടം ഉൾക്കൊണ്ട് അവിധത്തിൽ തിരികെ റെസ്പോൺസ് ചെയ്യുവാൻ എനിക്ക് കഴിയുന്നില്ല.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അവളുടെ വിഷയമല്ലെന്ന് പറയേ, ഇത് അവളുടെ വിഷയമല്ലെന്ന് പറയേ. അവൾ ഭയപ്പെടുന്ന യുദ്ധം, അവളെ പേടിപ്പിച്ചിരുത്തിയിരിക്കുന്ന ആ വിഷയം, അത് അവളുടെ വിഷയമല്ലെന്ന് പറയേ. ആമേൻ. ആവർത്തിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അതവളുടെ വിഷയമല്ല. അതേ സഹോദരി, ഇന്ന് നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, മരണം മാത്രമേ മുൻപിലുള്ളൂ എന്ന് കരുതുന്ന ഈ വിഷയം നിൻ്റേതല്ല. ആമേൻ. ഈ വിഷയം നിൻ്റേതല്ല. സ്തോത്രം. മക്കളെ, ഈ വിഷയം നിങ്ങളുടേതല്ല. അതെ, സംശയങ്ങൾ ഒത്തിരി ഉണ്ടാവും. ഞാൻ പറയട്ടെ. 2 ദിവസം മുമ്പ് ആ സഹോദരി വിളിച്ചു പറഞ്ഞത്, എന്നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളോട് സംസാരിച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കേട്ട് സത്യമായതുപോലെ അവളുടെ ജീവിതത്തിൽ സത്യമായെന്ന വാക്കറിയിക്കുവാൻ വേണ്ടിയാണ്. വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീർന്നു, തിരികെ പോരുവാൻ, ജോലി കിട്ടാതെ പരാജിതയായി തിരികെ പോരുവാൻ നിന്നവൾ, പെട്ടെന്ന് യുദ്ധമുണ്ടാകുന്നു, പ്രാണഭയം കൂടെ കടന്നു വരുന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഇത് നിൻ്റെ വിഷയമല്ല, ഇത് നിൻ്റെ കാര്യമല്ല, ഇത് നിനക്കുള്ളതല്ല. ആമേൻ. അവിടെ സംഭവിച്ചൊരു കാര്യം പറയട്ടെ. ആ സഹോദരി പറഞ്ഞു, പാസ്റ്ററെ, അടുത്തൊരു ക്ലിനിക്കിൽ എനിക്കൊരു ജോലി തരപ്പെട്ടു. അപ്പോൾ ഒന്നാമത്തെ സന്തോഷം, മടങ്ങി വരാൻ നിന്നവൾക്ക് ജോലി കിട്ടി. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അത് ഞങ്ങളുടെ സന്തോഷവും നിലനിൽപ്പുമാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. രണ്ടാമത്തെ കാര്യം, ഞങ്ങളെ സന്തോഷിപ്പിച്ച കാര്യം, ആ യുദ്ധമുണ്ടായത് മുഖാന്തരമാണ് ഈ സഹോദരിക്ക് ജോലി കിട്ടിയത്. അവർക്ക് അവിടെ ആ സമയത്ത് ഒരു സ്റ്റാഫിനെ ആവശ്യമായിരുന്നു. ഫ്ലൈറ്റ് നിർത്തലാക്കിയത് കൊണ്ട് അവർ എക്സ്പെക്റ്റ് ചെയ്ത സ്റ്റാഫിന് അവിടെ എത്തുവാൻ കഴിഞ്ഞില്ല. പകരം ഇവൾ അവിടെ ജോലിക്കാരിയായി മാറി. ആ ക്ലിനിക്കിൽ ഭയങ്കരപ്പെട്ട ജോലിയൊന്നുമല്ല, പക്ഷേ അവൾ പരാജിതയായി മടങ്ങി വരേണ്ട സാഹചര്യം ഇല്ലാതായി തീർന്നു. അവൾ നഷ്ടപ്പെട്ടവളായി മടങ്ങി വരേണ്ട സാഹചര്യം ഇല്ലാതായി തീർന്നു. കാരണം അവളെ ഭയപ്പെടുത്തിയതും അവൾ പേടിച്ചതും അവളുടെ വിഷയം അല്ല. സഹോദരി, നിന്റെ ഭവനത്തിനകത്ത് നിന്ന് നീ ഭയപ്പെടുന്നത് നിന്റെ വിഷയം അല്ല. ഈ സീനിൽ നീ ഇല്ല. ആമേൻ. പലപ്പോഴും പ്രാർത്ഥന മുറിക്കകത്ത് ഞങ്ങൾ കേൾക്കുന്ന വാക്കിതാണ്, ഞാൻ കേൾക്കുന്ന വാക്കിതാണ്, എടാ മോനെ, ഇത് നിന്റെ വിഷയമല്ല. സഭയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥനയ്ക്കായിരിക്കുമ്പോൾ, ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവ് പറയുന്നവർ, ഇത് നിൻ്റെ വിഷയമല്ല. അപ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം വരും, കർത്താവ് ഇത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമാണല്ലോ. ആ സീനിൽ നീ ഇല്ല. സ്തോത്രം. നോക്കൂ, വെറുതെ വെറുമ്പാക്കല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, വാക്യത്തിലൂടെ അത് ഉറപ്പിക്കാറുണ്ട് കേട്ടോ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉറപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. 2 കാര്യങ്ങൾ അവിടെ ഭക്തനായ ദാവീദ് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഒന്ന്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. പടക്കൂട്ടം അഥവാ ഒരു യുദ്ധം. ദാവീദ് രാജാവായി തീരുന്നതിന് മുമ്പുള്ള ഒരു യുദ്ധം. ഒരു വാഗ്ദത്തം നിങ്ങൾക്കുണ്ടോ? നിങ്ങളൊരു ദൈവിക പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാനുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് ഒരു പ്രവചന ദൂതായി, ഒരു ആലോചനയായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവിധത്തിലൊന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിൽ തന്നിട്ടുണ്ടോ? പ്രാർത്ഥന മുറിക്കകത്ത് നിങ്ങളത് ഉറപ്പിച്ചിട്ടുണ്ടോ? എങ്കിലൊരു യുദ്ധമുണ്ട്. റബ്ബാഷേഖനം. യുദ്ധമില്ലാതെ വാഗ്ദത്ത പ്രാപ്തിയില്ല, യുദ്ധമില്ലാതെ പ്രാപിക്കലില്ല. നീ യുദ്ധം ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ നീ പ്രാപിച്ചവളായി തീരും. അതേ സഹോദര, ആമേൻ. വാഗ്ദത്തം അവിടെ ഉള്ളത് കൊണ്ടാണ് സഹോദര, സഹോദരി, അവിടെ യുദ്ധമുള്ളത്. മക്കളെ, വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് യുദ്ധമില്ല ഉള്ളത്. വാഗ്ദത്തമില്ലെങ്കിൽ യുദ്ധമില്ല. റബ്ബാഷേഖനെ. യെസ്. നോക്കൂ, രണ്ടാമതായിട്ട് അവിടെ പറയുന്നു, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും. വാഗ്ദത്തത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്, അഥവാ യുദ്ധമുഖത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു മതിൽ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ആമേൻ. എല്ലാ പ്രശ്നങ്ങളും നമുക്കുള്ളതല്ല, അല്ലെങ്കിൽ ചില യുദ്ധമുഖത്തോ ചില പ്രശ്നങ്ങളുടെ മധ്യത്തിലോ നമുക്ക് റോളില്ല. ആമേൻ. അത് ദൈവം തന്നെ പരിഹരിക്കുന്ന, ദൈവം തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അതാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങളിന്ന് കേൾക്കുന്ന പല വിഷയങ്ങളും നിങ്ങളെ ഭയപ്പെടുത്തുകയും നിങ്ങളെ ഭാരപ്പെടുത്തുകയും ചെയ്ത പല വിഷയങ്ങളും, അത് നിങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യുവാനില്ല. യുദ്ധം അവിടെ നടക്കുന്നു, അതിനകത്ത് നിങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല. ചിലർ നിങ്ങൾക്ക് വിരോധമായി ശക്തമായി എഴുന്നേൽക്കുന്നു. വെറുതെ നാവിട്ട് അലച്ചതുകൊണ്ട് കാര്യമില്ല. ചിലതിലൊന്നും നിങ്ങൾക്ക് ചെയ്യുവാനില്ല. ചില രോഗങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സ്വന്തമായിട്ട് സർജറി ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ചില വിഷയങ്ങളിൽ നിങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല, പറ്റത്തില്ല. അവിടെ നിങ്ങൾക്കൊരു സീനില്ല. എന്നാൽ മറ്റു ചിലയിടത്തുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. യുദ്ധം
എന്തിന്? വാഗ്ദത്ത പ്രാപ്തിക്ക്. ചിലയിടത്ത് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരും, ചിലയിടത്ത് നിങ്ങൾ പോരാടേണ്ടി വരും, ചിലയിടത്ത് നിങ്ങൾ സംസാരിക്കേണ്ടി വരും. സഹോദരൻ, അത് എല്ലായിടത്തും അല്ല. എല്ലായിടത്തും സംസാരിച്ചേ പറ്റൂ, അങ്ങനെ വാശിയൊന്നുമില്ല. സഹോദരൻ, എല്ലായിടത്തും നീ വലിയ ആളെന്ന് പറഞ്ഞ് നിന്നേ പറ്റൂ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മക്കളെ, എല്ലായിടത്തും നിങ്ങൾ അങ്ങനെ നെഞ്ചു നിവർത്തി നിൽക്കണം, നോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സഹോദരി, കേൾക്കുക, ചിലയിടത്തൊന്നും നീ ഇല്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞു, ഞാൻ ചാടിപ്പോകും. ആമേൻ. മതിൽ പൊളിക്കുന്ന കാര്യം ദൈവജനത്തെ സംബന്ധിച്ച് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. യെരിഹോ മതിൽ, ഓ സ്തോത്രം, ശുഭബന്ധി പണി കഴിപ്പിച്ച, ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ മനുഷ്യന് കാണുവാൻ കഴിയുന്ന, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന എന്ന് ശാസ്ത്രം പറഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് പറ്റിച്ച ഒരു സത്യമാണ് ചൈനയുടെ വൻമതിൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ എങ്ങനെ സത്യമാണ് അസത്യമാണെന്നൊക്കെ എന്തിനാ പറയുന്നത്? ഞാനും സത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഭൂമിയിൽ മനുഷ്യൻ പടുത്തുയർത്തിയിരിക്കുന്നതായി കാണുവാൻ കഴിയുന്ന ഏക വസ്തു ചൈനയിലെ വൻമതിലാണെന്ന്. അത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് കള്ളമാണ്. നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്, അങ്ങനെയൊന്നും കാണാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ പോട്ടെ, അങ്ങനെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച ആ മതിലിന് നീളമുണ്ട്, പക്ഷേ അതിലും വീതിയുള്ള മതിലാണ് യെരിഹോ നിവാസികൾ പണിതുയർത്തിയിരുന്ന മതിൽ. ആ മതിലൊക്കെ നിസ്സാരമായി പൊളിച്ചു കളഞ്ഞവരാണ് ദൈവത്തിൻ്റെ ജനം. ഇന്നലകളിൽ അനേകം മതിലുകൾ പൊളിച്ചു കളഞ്ഞിട്ടുള്ളവനാണ് നീ. മനുഷ്യനും പിശാചും നിനക്ക് വിരോധമായി കെട്ടി ഉയർത്തിയ, നിന്റെ വഴിയടച്ച, നിന്റെ പ്രാപിക്കലിന് തടസ്സമായി ഉയർത്തപ്പെട്ട മതിലുകളെ തകർത്തവനാണ് നീ. ശരിയാണ്, അതുകൊണ്ട് എല്ലാ മതിലും തകർത്തേ പറ്റൂ എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. ചിലയിടത്തൊന്നും നിനക്ക് റോളില്ല, അതുകൊണ്ടാണ് പറയുന്നത് ചാടി കടന്നോ. ഓ ഭാഷേ, അവിടെ നീ നിൽക്കേണ്ട കാര്യം, ഈ പ്രശ്നം നിനക്കുള്ളതല്ല സഹോദരൻ. ഇന്ന് നീ ആ തൊഴിലിടത്തിൽ അനുഭവിക്കുന്ന പ്രശ്നം നിനക്കുള്ളതല്ല. അതിന് നീ ഓവർകം ചെയ്യാൻ പോകുക, മീൻസ് നീ അതിനെ ചാടി കടക്കുവാൻ പോകുക. അവിടെ നിൻ്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല. നീ അവിടെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നീ അവിടെ ഭാരപ്പെടേണ്ട കാര്യമില്ല. അതിനെ നീ ചാടിക്കടക്കുവാൻ പോകുക. സഹോദരി, ഇന്ന് നിന്നെ ഭാരപ്പെടുത്തുന്ന ഈ പ്രശ്നത്തിൽ നീ തകർന്നു പോകത്തില്ല. അവിടെ നിനക്ക് റോളില്ല, അവിടെ നിനക്ക് സീനില്ല. നീ ആ പ്രശ്നത്തെ ചാടിക്കടക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. മക്കളെ, ഇന്ന് നിങ്ങൾ ഭയപ്പെടുത്തുന്ന ആ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് സീനില്ല. ആമേൻ. ഓ ഷബാറി തലമാക്ഷകന് നോക്കൂ, കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. 2 കാര്യങ്ങളാണ് വാഗ്ദത്ത പ്രാപ്തിക്ക് മുൻപ്, അതായത് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ദാവീദിൻ്റെ ജീവിതത്തിൽ, ഈ സങ്കീർത്തനക്കാരൻ ദാവീദാണല്ലോ, തനിക്ക് പ്രാപിച്ചെടുക്കേണ്ട ആ രാജത്വം എന്ന വാഗ്ദത്തത്തിന് മുൻപ് തടസ്സമായുണ്ടായിരുന്നത്. ഒന്ന്, ഒരു യുദ്ധത്തിലൂടെ മാത്രമേ ഇസ്രായേലിൽ ഒരു രാജാവ് ഉണ്ടാകത്തുള്ളൂ. യുദ്ധം വേണം. പ്രത്യേകിച്ച് ദാവീദിന് യുദ്ധം ആവശ്യമാണ്. ശക്തന്മാരുണ്ടാകുന്നത് യുദ്ധങ്ങളിലൂടെയാണ്. ചില പ്രതിസന്ധികളെ നീ ജയിക്കുമ്പോഴാണ് നീ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്നത് പ്രാപിക്കുവാൻ പ്രാപ്തനായിത്തീരുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതത്തെക്കുറിച്ചല്ല, പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്ത് ശക്തരായി മാറാം എന്നതിനെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, ഈ തരുണത്തിൽ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ജീവിച്ചൊരു കാലഘട്ടം, ഒരു തലമുറ, സ്കൂളിൽ തോക്കുന്ന പിള്ളേർ, 10ാം ക്ലാസ്സൊക്കെ അന്ന് ജയിക്കുന്നവരെക്കാൾ കൂടുതൽ ഒരു പക്ഷേ തോൽക്കുന്നവരായിരിക്കും. അതൊന്നും ഒരു സംഭവമേ അല്ലായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ 10ാം ക്ലാസ് ജയിക്കുന്നതോ തോക്കുന്നതോ ഒന്നും ഒരു സംഭവമേ അല്ലായിരുന്നു. തോൽവി എന്നത് അന്നൊരു വിഷയമല്ലായിരുന്നു. കാരണം അന്നൊക്കെ അറിയാം തോൽവി ഒന്നും ഒരു വിഷയമല്ല. ആമേൻ. ഞങ്ങളുടെ ആ ഒരു സമയത്ത് 10ാം ക്ലാസ് എഴുതിയ, +2 എഴുതിയ ആ സമയത്ത് ജയിച്ച് എന്തെങ്കിലുമൊക്കെ ആയവരെക്കാൾ തോറ്റായവർ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ കാണുന്നവരിൽ നല്ല കോൺട്രാക്ടർമാരായവരുണ്ട്, രാഷ്ട്രീയത്തിൽ നല്ലവണ്ണം ശോഭിക്കുന്ന ഞങ്ങളുടെ സെയിം കൂട്ടുകാരുണ്ട്, പഠിച്ചായവരുണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയേഴ്സുണ്ട്. അപ്പോൾ എല്ലാ നിലകളിലും ജയമോ പരാജയമോ ഒന്നും അവരെ സ്വാധീനിച്ചിട്ടില്ല. അവരൊക്കെ ആ ജയപരാജയങ്ങളെ ജയത്തെയും അതിജീവിക്കേണ്ടവരാണ് കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ പരാജയത്തെ അതിജീവിക്കാൻ മാത്രമല്ല, ശരിക്കും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പിള്ളേർക്ക് ജയത്തെ പോലും അതിജീവിക്കുവാൻ പറ്റുന്നില്ല. ഒരു ജയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ ജയം മാത്രം ഉണ്ടാകണമെന്ന് വാശി പിടിക്കുന്നവരാണ് പിള്ളേർ. കാരണം അത് ജയത്തെ അതിജീവിക്കുവാൻ, ഓവർകം ചെയ്യുവാൻ അവർക്ക് കഴിയുന്നില്ല. അതുപോലെയാണ് പരാജയങ്ങളെയും. ദൈവം അങ്ങനെ അങ്ങനെ കോഴി വളർത്തൽ കേന്ദ്രം നടത്തുന്നവനല്ല. ആമേൻ. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത മനുഷ്യനെ വാർത്തെടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ദൈവം നടത്തുന്നില്ല. കരുത്തന്മാരെയാണ് ദൈവത്തിന് ആവശ്യം. നോക്കൂ, അതുകൊണ്ട് തന്നെ യുദ്ധം ആവശ്യമാണ്, പ്രതിസന്ധികൾ ആവശ്യമാണ്. മക്കളെ, നിങ്ങൾ ഭയപ്പെടരുത്, പ്രതിസന്ധികൾ ആവശ്യമാണ്. നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കും, ഇതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് നിസ്സാരമായിട്ട് കടന്നു വന്നവരാണവർ. ആമേൻ. അവർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. നിങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ടീച്ചേഴ്സ് നിങ്ങളുടെ വീട്ടിനകത്തുണ്ട്. പോയി ചോദിക്കുക എவ்விധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു വന്നത്. ആമേൻ. അതുകൊണ്ട് പരാജയമോ ജയമോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിന് വിലയിടുന്നതോ ആയിത്തീരരുത്.
അപ്പോൾ നോക്കിയേ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പോരാട്ടമുണ്ട്, യുദ്ധമുണ്ട്, പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. രണ്ടാമതായിട്ട് അവിടെ ഒരു മതിലുണ്ട്. ആ മതിൽ ഏതാണ്? മതിൽ ചാടിക്കടന്നു എന്നാണ് ദാവീദ് പറയുന്നത്. ആ മതിലാണ് ഗോലിയാത്ത്. ഈ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ ദാവീദിന് പറ്റത്തില്ല കേട്ടോ. എപ്പോഴും നമുക്ക് സമരായവരോട് മാത്രമേ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് സമമല്ലാത്തവരോട് നമുക്ക് യുദ്ധം ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ നമുക്കൊന്നും ചെയ്യുവാനില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് നമ്മോടും ഇത് നിൻ്റെ വിഷയമല്ല, നീ വിട്ടുകള എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ അവിടെ നമുക്കൊന്നും ചെയ്യുവാനില്ലാത്തത് കൊണ്ടാണ്. നിങ്ങളോടും ഇപ്പോൾ യുദ്ധമുഖത്തായിരിക്കുന്ന സഹോദരങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ സങ്കടപ്പെടേണ്ട. നിങ്ങൾ വിചാരിച്ചെന്ന് പറഞ്ഞ് വെടിനിർത്തലൊന്നും നടപ്പിലാക്കാൻ പറ്റത്തില്ല. ആമേൻ. അത് നിങ്ങൾക്ക് കഴിയാത്ത കാര്യമാണ്. ആ എഴുതി കഴിഞ്ഞ പരീക്ഷയുടെ പേപ്പർ തിരുത്തക്കൊന്നോ നിനക്ക് പറ്റത്തൊന്നുമില്ല. ആമേൻ. സ്തോത്രം. പറ്റുന്ന വേറൊരാളുണ്ട്, അത് വിടാം. ആമേൻ. നോക്കൂ, അപ്പോൾ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുക അത് പോസിബിൾ അല്ല. ഗോലിയാത്ത് ഒരു രാക്ഷസനാണ്, മല്ലൻ രാക്ഷസൻ. അപ്പോൾ ആ ഗോലിയാത്ത് ദാവീദിന് മുമ്പിൽ വരികയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഗോലിയാത്ത് എറിഞ്ഞിട്ടില്ലേ എന്ന്. തോട്ടിലെ കല്ലുകൊണ്ട് കമണയിൽ വെച്ച് എറിഞ്ഞിട്ടു. ഈ എറിഞ്ഞ് വീഴുമ്പോൾ ആ എറിയുടെ ശക്തി കൊണ്ട് പുറകിലേക്ക് തെറിച്ചാണ് പോകാനുള്ളത്. ഈ കിളിത്തട്ട് കളിക്കുന്ന, കിളിത്തട്ടാണെന്ന് തോന്നുന്നു, നമ്മൾ ഒരു കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒരു ബോൾ കൊണ്ട് അതിനെ എറിയുന്ന കളി കണ്ടിട്ടുണ്ടോ? അതാണ് കിളിത്തട്ടെന്ന് തോന്നുന്നു, എനിക്ക് പേര് മറന്നു. അപ്പോൾ എറി കൊള്ളുമ്പോൾ അത് തെറിച്ചു പോകും. ഗോലി കളിക്കുന്ന അറിയാമല്ലോ, ഒരു ഗോലി കൊണ്ട് മറ്റൊരു ഗോലി അടിക്കുമ്പോൾ ആ ഗോലി അങ്ങനെ തെറിച്ചു പോകും. അപ്പോൾ കല്ലിൻ്റെ ശക്തി കൊണ്ടാണെങ്കിൽ ഗോലിയാത്ത് തെറിച്ചു പോകണം. പക്ഷെ വചനം പറയുന്നത് ഗോലിയാത്ത് കവിണ്ണ് വീണു എന്ന് പറഞ്ഞാൽ ദൈവം അവനെ തട്ടി താഴെ ഇട്ട് കൊടുത്തു. ആമേൻ. കാരണം അവിടെയല്ല ദാവീദ് കഴിവ് തെളിയിക്കാനുള്ളത്. ദാവീദിൻ്റെ പോർക്കളം വേറെയാണ്. ഇന്ന് എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഭയപ്പെടുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ നിങ്ങളുടേതല്ല. അതുകൊണ്ട് അവിടെ സ്റ്റക്കായി നിൽക്കാതെ മുൻപോട്ട് പോകും. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായൊരു മെസ്സേജാണ്. ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ പലരും പറയും, എല്ലാം ശരിയാണ് പാസ്റ്ററെ, ആലോചനയുണ്ട്, ദൂതുണ്ട്, പക്ഷേ പ്രാർത്ഥന മാത്രം ശരിയാവുന്നില്ല. ഉപവാസമാണെങ്കിൽ പറയുകയും വേണ്ട. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ വിഷയം ഏതായിരുന്നാലും പ്രൈസർ ഫാമിലി ഒപ്പം ഉണ്ട്, കോൺടാക്ട് ചെയ്തു. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഏത് അവസ്ഥയിലാണെങ്കിലും ഭയപ്പെടേണ്ട. അതെ, പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കാനുള്ള അവസരമുണ്ട്. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. തുടർമാനമായ ദൈവവചനത്തിനൊപ്പവും പ്രാർത്ഥനയ്ക്കൊപ്പവും ഉള്ളൊരു യാത്രയാണ് പ്രൈസർ ഫാമിലിയിലൂടെ സാധ്യമായി തീരുന്നത്. എല്ലാ ദിവസങ്ങളിലും വ്യത്യസ്തമല്ല കേട്ടോ. തിങ്കളാഴ്ച തുടങ്ങി രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്ക് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന വചന പരമ്പര പ്രാർത്ഥിച്ച് വചന ധ്യാനത്തോടെ നമ്മൾ ആരംഭിക്കും. വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്തും വചന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കും. ഇനി സഭയിൽ വെച്ച് മീറ്റിങ്ങുകളുണ്ട്. ചൊവ്വാഴ്ച സഹോദരിമാരുടെ മീറ്റിംഗ് ഉണ്ട് രാവിലെ 11 മണി മുതൽ. നിങ്ങൾ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അല്പം യാത്ര ചെയ്ത് കടന്നു വന്നാലും ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങൾ കടന്നു വന്ന് നോക്കൂ. 11 മണി മുതലാണ്, വളരെ അനുഗ്രഹമായിട്ട് നടക്കുന്നു. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, അപ്പോൾ അതുപോലെ ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്, ലൈവ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാം. സഭയുടെ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. എവിടെ വെച്ചെന്നോ? തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. വൈകുന്നേരം 3 മണിക്ക് അടുത്തൊരു സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. കൂടുതൽ അറിയാൻ വിളിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അവസരമുണ്ട് പ്രൈസർ ഫാമിലിക്കൊപ്പം. റെഡിയാണോ? ദൈവവചനത്തിനൊപ്പം ചേർന്ന് പ്രാർത്ഥനയുടെ ഉപവാസത്തിലൂടെ പ്രാപിക്കേണ്ടത് പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ എന്നാ കോൺടാക്ട് ചെയ്തോ. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മുൻപിൽ നിൽക്കുന്ന പടക്കൂട്ടത്തെ കണ്ട് ഓടിപ്പോകുന്നവരായിട്ടല്ല, ഉറി ധലമാഷേഖനെ പാഞ്ഞു ചെല്ലുവാനും ശത്രുവിനെ ജയിക്കുവാനും വാക്തത്വം പ്രാപിക്കുവാനും ഇവർക്കങ്ങ് ശക്തി പകരണമേ. എന്നാൽ ഇന്ന് കേൾപ്പിച്ച വചനം പോലെ ഇവരുടേതല്ലാത്ത, ഇവർക്ക് യുദ്ധമില്ലാത്ത സ്ഥാനങ്ങളിൽ യുദ്ധത്തിനെന്ന നിലയിൽ ഇവരെ തളച്ചിട്ടിരിക്കുന്ന പിശാചിൻ്റെ പദ്ധതികളെ തകർത്ത് ആ പ്രശ്നങ്ങളിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ. എല്ലാ ഭയപ്പാടുകളും മാറിപ്പോകട്ടെ. ചിലതിനെ ചാടിക്കടക്കുവാൻ, ചില പ്രശ്നങ്ങളെ യേശുവിൻ നാമത്തിൽ സാമ്പത്തികമായി ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ചാടിക്കടക്കുവാൻ തക്കവണ്ണം ഇവരുടെ കാലുകൾക്ക് സ്വർഗം അങ്ങ് ശക്തി നൽകണമേ. അവിടെ ഇവരുടെ പേരില്ലാത്ത നിലയിൽ, അവിടെ ഇവരില്ലാത്ത നിലയിൽ, ആ ജപ്തിയിൽ ഇവരുടെ പേരില്ലാത്ത നിലയിൽ, ആ ജപ്തി നടപടികൾ ഇവർ ഇല്ലാത്ത നിലയിൽ സ്വർഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കും. ഇവരുടെ നന്മകൾ നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. തൊഴിലിടത്തിൽ ആ പ്രതിസന്ധിയെ ചാടിക്കടക്കുവാൻ തക്കവണ്ണം സ്വർഗം കൃപ പകരണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരെ അങ്ങ് നിറയ്ക്കണമേ. ദൈവകൃപ പകരണമേ. യേശുവേ, ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങ് സൗഖ്യമാക്കണമേ. ആ രോഗത്തെ ചാടിക്കടക്കുവാൻ ഷാബാർ ഇദലമാഷേഖനെ ആ രോഗത്തിൽ വീഴ്ത്തിക്കളയുമെന്ന് വാദിക്കുന്ന ശത്രുവിനെ ജയിക്കുവാൻ സ്വർഗം അവർക്ക് കൃപ നൽകണമേ. തലമുറകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ചില പരാജയങ്ങളെ ചാടിക്കടക്കുവാൻ
മറികടക്കുവാൻ തലമുറകളെ അങ്ങ് ശക്തരാക്കി തീർക്കണമേ. പരാജയം ജയത്തിന് വഴിമാറട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. ഇവരെന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും സ്വർഗം ഇവരെ വിടിവിക്കണമേ. അങ്ങയുടെ നാമമഹത്വത്തിനായി സ്വർഗം ഇവരോട് കൂടിയിരിക്കണമേ. കർത്താവ് മദ്യപാന വ്യഭിചാര വെറുക്കുത്തുകൾ മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയട്ടെ. വസ്തുക്കളെ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തൊഴിലുകൾ ലഭിക്കട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ കേൾപ്പിച്ച വചനത്താൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാടി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പോലെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രേഷർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയ്ക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.